വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിസ മുമ്പോട്ടാണ് മാനുവസ്റ്റേഷൻ കൊച്ചൻ്റെ ഫംഗ്ഷൻ വെൽത്ത് കോച്ച്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരാളുടെ ജീവിതമായി കഴിയുമ്പോഴത്തേക്കും പല ഡിസിഷനുകളും നമുക്ക് എടുക്കേണ്ടി വരും. അത് കൂട്ടായിട്ടുള്ള ഡിസിഷനുകളും ഉണ്ടാകും, ഒറ്റയ്ക്ക് എടുക്കേണ്ടതുണ്ടാകും, അല്ലെങ്കിൽ മറ്റു പലരോടെങ്കിലും, അത് കൂട്ടുകാരോടോ ബന്ധുക്കളോടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു പലരോട് ആരോടെങ്കിലും ചോദിച്ചിട്ടെടുക്കേണ്ട ഡിസിഷനുകളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓടിച്ചെന്ന് ചാടി ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം നമ്മൾ ഓടിച്ചെന്ന് ചാടി ചെന്നങ്ങ് ചെയ്യുവാണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ചിന്തയുണ്ടല്ലോ, ഇത് നേരെയാവുമോ, ശരിയാവുമോ, ശരിയായാലും വേണ്ടില്ല ശരിയായില്ലെങ്കിലും വേണ്ടില്ല ഞാനങ്ങ് എടുക്കുവാണ്. ആ ഒരു രീതിയിലായിരിക്കും നമ്മളതിനെ എടുക്കുന്നത്. ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മളെടുക്കുന്ന ഡിസിഷനുകൾ കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വളരെയേറെ വിഷമിച്ചും ദുഃഖിച്ചും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെടുക്കുന്ന ഡിസിഷനുകളും ചിലപ്പം കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും. ചില സമയങ്ങളിൽ നമ്മളങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പല ചിന്തകളുമായിട്ട് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ നമുക്ക് പല ദോഷങ്ങളും വരും. അതായത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടും ചോദിക്കാതെ ഒന്നും ചോദിക്കാതെ ആ ഒരു സന്ദർഭത്തിൻ്റെ വേവ് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ ആഴം എത്രയാണ്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന കാര്യമാണെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാതെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വിജയത്തിലെത്തും. അതേസമയം നമ്മളിങ്ങനെ വളരെ ആലോചിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലിട്ട് ചിന്തിച്ച് എടുത്തു കഴിയുമ്പോൾ ഇത് നടക്കുമോ ഇല്ലയോ, എന്ത് വന്നാലും വേണ്ടിയല്ല ഈ തീരുമാനത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുമ്പം അത് ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് കാര്യത്തിലാണ്, ഇപ്പം നമുക്കൊരു വീട് വെക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മക്കളുടെ വിവാഹം നോക്കേണ്ട കാര്യം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകേണ്ട കാര്യമാണ്, എന്ത് കാര്യം എടുക്കുമ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരായ ചിന്തകൾ കൂടി വളരെ സന്തോഷപൂർവ്വം ഹാപ്പിനെസ് ആയിട്ട് ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിന്തകളെന്ന് പറയുന്നത് ആണ് നമ്മുടെ ജീവിതം നല്ലതാക്കി മാറ്റുന്നതും മോശമാക്കി തീർക്കുന്നതും. ചിന്തകളാണ് നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്നതും എല്ലാമാക്കി മാറ്റുന്നതും കൂടി പറയാം. അപ്പം നമ്മൾ ചിന്തിക്കുമ്പം നന്നായിട്ട് ചിന്തിച്ച് നല്ലത് ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ വിദേശത്തേക്ക് പോവുകയാണ്, അതിനൊരു അപ്ലൈ ചെയ്യണം നമുക്ക്. അയ്യോ അത് കിട്ടുമോ, പിന്നെ അപ്ലൈ ചെയ്ത് ചുമ്മാ നോക്കാം, ഈ ഒരു ചിന്തകൾ കൂടിയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അത് കിട്ടാതെ പോകാൻ വേണ്ടി 100% ഉറപ്പാണ് അത് കിട്ടാതെ പോകുന്നുള്ളത്. അതേസമയം നമുക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മളൊന്ന് ഓർക്കുക. നമ്മൾ പ്രാർത്ഥിച്ച് ഇതെനിക്ക് കിട്ടും, ഇതെനിക്ക് വേണ്ടി കാത്തിരുന്നാണ്, ഇതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ അടുത്തതിന് അപ്ലൈ ചെയ്യും, അടുത്തത് എനിക്ക് കിട്ടും. അങ്ങനെ ഒരു നല്ല പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനും ഒരു ഡിസിഷൻ എടുത്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം വരിക്കാൻ പറ്റും. നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് അത് എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും. നമ്മളെപ്പോഴും തീരുമാനം എടുക്കേണ്ടത് ഒന്നിച്ചിരുന്ന് ഫാമിലി ഒന്നിച്ചിരുന്നിട്ടാണെങ്കിലും അല്ലാതെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നതാണെങ്കിലും എപ്പോഴും നല്ല ചിന്തകളോട് കൂടി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ചിന്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് നമ്മുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നത് പോലും ഈ ചിന്തകളാണ്. നമ്മളത് അറിയാതെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ അതിനുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രം നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും ഒരു വലിയ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏതെങ്കിലും അഫർമേഷൻസുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഒരു വീടാണ് നമുക്ക് വെക്കേണ്ടതെന്ന് വിചാരിക്കുക. ആ വീട് വെക്കാൻ വേണ്ടി നമ്മളൊരു കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ നമുക്കൊരാഗ്രഹമാണ്, നമ്മുടെ ഒരു ഡിസയറാണ്. ആ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന അതുവഴി എടുക്കാമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പം
പൈസ ഉണ്ടായിരിക്കാം. എനിവേ എന്താണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർ ആർക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഒരു അഫർമേഷനായിട്ട് എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ, നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ സമയം പറയും, ഇന്ന സമയത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു അഫർമേഷൻ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനാണ് നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത്. ആ അഫർമേഷനും കൂടി എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഡിസിഷൻ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡിസിഷൻ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിൽ നിങ്ങൾക്ക് വിജയിക്കാനും പറ്റും. അത് മറ്റുള്ളവർ കണ്ടാൽ പോലും ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പെട്ടെന്ന് ഇത് സാധിച്ചെന്നുള്ള വളരെ അത്ഭുതത്തോടു കൂടി അവരത് നോക്കിക്കാണുകയും ചെയ്യും. അപ്പം എപ്പോഴും നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഒരു മനസ്സിൻ്റെ ഒരു മങ്ങിയൊരവസ്ഥയിൽ നിന്ന് നമുക്കത് കരകയറി പോരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന. എത്ര വിഷമിച്ചിരിക്കുമ്പോഴും നമുക്ക് ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡിസിഷനൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയും ചേർത്തിട്ട് നമ്മൾ ഈ അഫർമേഷനും കൂടി യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ വീടോ വിദ്യാഭ്യാസമോ വിവാഹമോ എന്തോ ആയിക്കോട്ടെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ കഴിയട്ടെ ഞാൻ ആശംസിക്കുന്നു. അടുത്തത് നമ്മളെപ്പോഴും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ഞാനൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ എൻ്റെ ലൈഫിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നു കഴിയുമ്പോഴത്തേക്കും അത് വിശ്വസിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമായിരുന്നു. ഇവർ പറയുന്നത് ശരിയാണോ, എനിക്കത് എൻ്റെ ലൈഫിൽ അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അത് നടക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് എൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരും, ഒരു ഹാപ്പിനെസ് തോന്നിക്കും. അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോകും. അങ്ങനെ പഠിച്ചും ചെയ്തുമാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന ഒരു സമയത്ത് ഈ മാർച്ച് ലാസ്റ്റോടു കൂടി ഞാൻ അഫർമേഷൻ എഴുതി ഞാൻ ചാൻറ്റ് ചെയ്യുകയും അഫർമേഷൻ എഴുതുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു പ്രെയർ ചെയ്തൊരു കാര്യം ഈ ഒരു മാർച്ച് മാസം കൂടി ഞാൻ നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത് എന്താണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അറിവെന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രകാശമാണ്. അത് അറിവില്ലായ്മയുടെ അന്ധകാരത്തെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കഴിയും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനത്തെ ചെറിയ നുറുങ്ങ് അറിവുകൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളതൊന്ന് വെറുതെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.